ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുകയാണ്. സ്തോത്രം. ഈ ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം ഏലീഷയ്ക്ക് വന്നപ്പോഴാണ് സ്തോത്രം മുമ്പിൽ നിന്ന യോർദാൻ നദി മാറിയേ. സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചുകൂടി ശ്രദ്ധിക്കേ. നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ വചനധ്യാനം ഇതൊന്നും നീ നിർത്തിക്കളയരുത്. പക്ഷെ നിൻ്റെ ചിന്ത നിന്നോട് സംസാരിക്കും. എന്തെന്നാ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസങ്ങളാണ്, ഇന്നതാണ് ഒക്കെ പറഞ്ഞാലും അത് നീ കേൾക്കാൻ നിൽക്കരുത്. സ്തോത്രം. 30, 60, 100 മേനി വിളയണോ? നിൻ്റെ ഹൃദയം ദൈവവചനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ 25 നിന്നെ ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകത്താൽ ദൈവം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടിയ ദൈവവചന വായനയും ധ്യാനവുമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. കണ്ട, പൗലോസ് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോട് അല്ല. നമ്മൾ എപ്പോഴും സ്തോത്രം യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നത് ജഡവും കൂടി അതിൽ കയറുമ്പോഴാണ്. അല്ല, ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം പ്രാപിച്ചെടുത്ത ഏലീഷയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പിന്നെ അവിടെ ഏലീഷ സ്തോത്രം തിരിച്ച് ആ കാളകളെ മേയ്ക്കാനൊന്നും പോയിട്ടില്ല. ആമേൻ. ആ ഏലീഷ ഏലിയാവിനോട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന എന്ത്? നിങ്ങളിൽ നിന്നും പ്രാപിച്ചെടുക്കുന്ന അഭിഷേകത്തെ ചോർത്തിക്കളയാൻ നിങ്ങൾക്കടെ ചിന്തയിൽ പറ്റും. നീ വായിക്കുന്ന വചനത്തെ ചോർത്ത് ദൂരെ കളയാൻ ആമേൻ സ്തോത്രം ചിന്തയ്ക്ക് പറ്റും. ഈ ചിന്ത എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കൂടെ നടക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിന് എതിരാണ്. അതാണ് പൗലോസ് പറഞ്ഞേ, ആത്മാവിന് എതിര് ജഡവും ജഡത്തിനെതിര് ആത്മാവുമാണ്. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് ഇത് തന്നെയാണ് വീണ്ടും പറയുന്നത്. നീ ജഡത്തിൽ വചനം വായിക്കരുത്, നീ ജഡത്തിൽ പ്രാർത്ഥിക്കരുത്. നീ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിറയണമോ? നീ ദൈവവചനം വായിച്ചേ പറ്റൂ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഡോറും ക്ലോസ് ചെയ്യണം. ഏതാ? നിൻ്റെ ചിന്തയുടെ ഡോറെല്ലാം നീ ക്ലോസ് ചെയ്യണം. പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഇതെല്ലാം അങ്ങ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് പറഞ്ഞ പരിശുദ്ധാത്മാവെ, അങ്ങ് എഴുതിയ ഈ വചനത്തിൻ്റെ ആഴം എന്നിന്ന് വെളിപ്പെടുത്തി തരണം. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണത്. അത് നിൻ്റെ ഹൃദയത്തെ തുളച്ചു ചെല്ലും. നിൻ്റെ ചിന്ത ബ്ലോക്ക് ചെയ്യാൻ നീ അനുവദിക്കരുത്. നിൻ്റെ കോപം പുറത്തു വരാൻ നീ അനുവദിക്കരുത്. നിൻ്റെ സംശയം പുറത്തു വരാൻ നീ അനുവദിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടെ ശ്രദ്ധിക്കേ. 25 നിൻ്റെ മേൽ ദൈവം തീ ഇടും. പരിശുദ്ധാത്മാവിൻ്റെ തീ നിൻ്റെ മേൽ വീഴും. നിൻ്റെ ആരാധനയിൽ, നിൻ്റെ പ്രസംഗത്തിൽ, നിൻ്റെ അന്യഭാഷയിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.